ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, വിശ്വാസവും ജീവിതവും എന്ന ഒന്നാം പാഠത്തിൻ്റെ ഒന്നാം പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്നെ ചേർത്തു നിർത്തുന്ന ദൈവം എനിക്കുണ്ട്. ദൈവത്തോട് ഞാൻ പ്രത്യുത്തരിക്കേണ്ടത് അബ്രാഹത്തെ പോലെയാണ്, പരിശുദ്ധ അമ്മയെപ്പോലെയാണ്, സമ്പൂർണമായും പ്രത്യുത്തരിച്ച യേശു ക്രിസ്തുവിനെ പോലെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ഈശോയെ, വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. വിശ്വാസത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 1967 6 ഡേ വാർ, 6 ദിവസത്തെ യുദ്ധം, ലോക ചരിത്രത്തിലെ യുദ്ധങ്ങളിലെ വിസ്മയമായി ഇന്നും നിലകൊള്ളുന്നു എന്ന് ലോക ചരിത്രം വിശേഷിപ്പിക്കുന്നു. ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നടന്ന യുദ്ധം വിസ്മയം എന്ന് പറയാൻ കാരണമുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യം ജന്മം കൊണ്ട് 19 വർഷമായപ്പോഴേക്കും യുദ്ധം ആരംഭിച്ചു. ഇസ്രയേലിന് 50,000-ഓളം പട്ടാളക്കാരുണ്ട്. ആ സമയത്ത് ഈജിപ്ത്, ജോർദാൻ, ഇറാഖ് ഒക്കെ അടങ്ങിയ എതിർചേരിയിൽ 5 ലക്ഷത്തിലധികം പട്ടാളക്കാരാണ് അണിനിരക്കുന്നത്. ഈ യുദ്ധത്തിൽ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഇസ്രയേൽ 6 ദിവസം കൊണ്ട് യുദ്ധം വിജയിച്ചു. ചരിത്രമൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. എല്ലാ വീഡിയോകളിലും അവസാനം വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവം ഇസ്രയേൽക്കാരുടെ കൂടെ ഇറങ്ങി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് കൊണ്ടാണ് ഈ യുദ്ധം വിജയിച്ചത്. ഇല്ലാതെ ഈ യുദ്ധം വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല. ദൈവം ഇറങ്ങി ഇസ്രയേൽക്കാരുടെ കൂടെ യുദ്ധം ചെയ്തു. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മൾ കണ്ടതുപോലെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങും. എൻ്റെ ആവശ്യ സമയത്ത് ദൈവം എന്നോട് ചേരുന്നതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോയി നമുക്ക് തിരിച്ചു വരാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. സങ്കീർത്തന പുസ്തകം 127 അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഒരു വിശ്വാസിക്ക് വലിയ ഊർജമാണ് കേട്ട വചനം. കർത്താവ് ഓരോരുത്തർക്കും ആവശ്യമായത് നൽകുന്നു. ഉറങ്ങുമ്പോൾ പോലും വേണ്ടത് തരുന്നവനാണ് കർത്താവ്. എങ്കിൽ ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. നമുക്ക് അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ പഠിക്കാം. വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത വിശ്വാസം ദൈവദാനമാണ് എന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. വിശ്വാസം ദൈവദാനം. കേസറിയ ഫിലിപ്പിയിൽ എത്തിയ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ ചോദ്യം നമുക്കറിയാം. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ്ലീഹ പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതിന് യേശു ക്രിസ്തു കൊടുത്ത മറുപടി എന്താ? മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. മത്തായി 16:17. ഇതിലൂടെ യേശു ക്രിസ്തു പറയുന്ന കാര്യം ഇതാണ്: വിശ്വാസം ദൈവദാനമാണ്. അത് മാനുഷിക കഴിവുകളിൽ നിന്നുണ്ടാവുന്നതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് യേശു ക്രിസ്തു വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നു. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല,
ദൈവത്തെ കൃത്യമായും നമുക്ക് വെളിപ്പെടുത്തി തന്നത് യേശുക്രിസ്തു തന്നെയാണ്, പുത്രൻ തമ്പുരാനാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. ഒപ്പം തന്നെ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് എന്നും നമുക്കിവിടെ മനസ്സിലാക്കാം. രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. മാനുഷിക പ്രവൃത്തിയാണ് എന്ന് പറയാനുള്ള കാരണം, വിശ്വസിക്കുന്നു, അത് ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് തൊട്ട് മുൻപ് കണ്ടത്. ഇവിടെ മനുഷ്യനും കൂടി ഇവിടെ ഒരു പ്രയത്നമുണ്ട്. കാരണം ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒരു വ്യക്തി വിശ്വസിക്കുന്നത് അവൻ്റെ ചിന്തയ്ക്കും യുക്തിക്കും അനുസരിച്ചാണ്. അതുകൊണ്ട് മനുഷ്യനും കൂടി ഇവിടെ റോളുണ്ട്. അത് മാനുഷിക പ്രവൃത്തിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി ആ മനുഷ്യൻ ദൈവത്തിന് തന്നെ സമ്പൂർണ്ണമായും സമർപ്പിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. മനുഷ്യൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എൻ്റെ മഹത്വം വർദ്ധിക്കുന്നു. വിശുദ്ധാത്മാക്കളൊക്കെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചപ്പോൾ അവർ ദൈവത്തെ പോലെയായി തീർന്നു. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒത്തിരി പേരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു വലിയ ഗുണമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തത് നമുക്ക് കാണാനുള്ളത്, വിശ്വാസം യുക്തിയെ പൂർത്തീകരിക്കുന്ന ദാനമാണ്. വിശ്വാസം യുക്തിയെ പൂർത്തീകരിക്കുന്ന ദാനം എന്ന് പറയാൻ കാരണം, ഒരു വ്യക്തി, വിശ്വാസിയായ വ്യക്തി ദൈവം പഠിപ്പിച്ച അല്ല വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ അവന് ചിലതൊന്നും മനസ്സിലാവാതെ വരുമ്പോൾ അവൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവൻ്റെ ഈ അന്വേഷണത്തിന് പൂർണ്ണമായ ഉത്തരം അവൻ കണ്ടെത്തുന്നത് വിശ്വാസത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണുന്നത് വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒരു വചനം തന്നെയാണ്. വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു എന്ന ഒറ്റ സെൻറ്റൻസിൽ ഈ വിശ്വാസം യുക്തിയെ പൂർത്തീകരിക്കുന്ന ദാനം എന്ന ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, ഉപസംഹരിക്കാൻ സാധിക്കും. നാലാമത്തെ പോയിൻ്റ്, വിശ്വാസം നിത്യജീവിതത്തിൻ്റെ ആരംഭമാണ്. നിത്യജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭൂമിയിലെ ജീവിതം ഒരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനം കഴിഞ്ഞ് മനുഷ്യൻ നിത്യമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ചേരേണ്ടവനാണ്. അതിൻ്റെ ഒരു തുടക്കം ഈ ഭൂമിയിൽ വെച്ച് വിശ്വാസി അനുഭവിക്കുന്നു. അപ്പം നിത്യജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്നു വിശ്വാസി ഈ ലോകത്ത് തന്നെ എന്നാണ് നാലാമത് നമ്മളെ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 163 നമ്പറിൽ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന സ്വർഗീയ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടെയാണ് നാം എല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസം വഴി നാം നിത്യജീവിതത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു. വിശ്വാസം വഴി നിത്യജീവിതത്തിന് നമ്മൾ ആരംഭം കുറിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ പോയിൻ്റ്, വിശ്വാസം അനുദിനം സംരക്ഷിക്കേണ്ട ദാനമാണ്. ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ വിശ്വാസം ഉപേക്ഷിക്കുന്ന, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന, 12ാം ക്ലാസ് വേദപാഠം പൂർത്തിയാക്കി വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും ഒക്കെ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട്. സഭ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, 3-ാം അധ്യായം 14-ാം തിരുവചനം, നമ്മുടെ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. വിശ്വാസത്തെ അവസാന ശ്വാസം വരെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. തുടർന്ന് നമുക്ക് പഠിക്കാനുള്ളത് വിശ്വാസ വിഷയങ്ങളാണ്. വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ വിവിധ വിശ്വാസ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ പരമപ്രധാനമായത് ട്രിനിറ്റി, തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം.
ഈ വിശ്വാസമാണ് ഒന്നാമത് നമ്മളെ പഠിപ്പിക്കുന്നത് ത്രിയേക ദൈവം. നമ്മുടെ പുസ്തകങ്ങൾ പോലും, വേദപാഠ പുസ്തകങ്ങൾ പോലും അത്തരത്തിലാണ് 1-ാം ക്ലാസ് മുതലേ നമ്മളെ പഠിപ്പിച്ചു വരുന്നത്. ത്രിയേക ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് ഒരു കത്തോലിക്കൻ, ഒരു ക്രിസ്തുവിൻ്റെ അനുയായി നയിക്കുന്നത്. 2, സഭയിലുള്ള വിശ്വാസവും. ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുന്നത്. സഭയിലുള്ള വിശ്വാസം, സഭ ക്രിസ്തുവിനാൽ സ്ഥാപിതമാണ് എന്നൊക്കെ വരുന്ന അധ്യായങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. 3, നിത്യജീവിതത്തിലുള്ള വിശ്വാസം. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഈ ലോകം വിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് ചേർന്ന് നിത്യതയിൽ കഴിയേണ്ട ഒരു വലിയ അവസരം. ഇത് വിശ്വാസിക്കുള്ള വലിയൊരു പ്രതീക്ഷയാണ്, നിത്യജീവിതത്തിലുള്ള വിശ്വാസം. തുടർന്ന് നമുക്ക് വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങൾ. എൻ്റെ വിശ്വാസം ഞാൻ എവിടെയൊക്കെയാണ് പ്രഘോഷിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. 1, വിശ്വാസം സഭാതലമാണ് നമ്മൾ കാണുന്നത്. സഭാതലം എന്ന് പറയുമ്പം തന്നെ നമുക്ക് ഹെഡിങ് കേൾക്കുമ്പം തന്നെ അറിയാം, വിവിധ തലങ്ങളിൽ 1 സഭാതലമാണ്. നമ്മൾ സീറോ മലബാർ സഭയുടെ മക്കളായ നമ്മളുടെ വിശ്വാസം പ്രഘോഷിക്കുന്നു, വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്നു. സഭ അതിനുവേണ്ടി നമ്മുടെ വിശ്വാസ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനായി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായും അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. വിശ്വാസത്തെ പുഷ്ടിപ്പെടുത്താൻ, വിശ്വാസത്തെ ഉത്തേജിപ്പിക്കാൻ സഭ എന്തൊക്കെ ചെയ്തു തരുന്നോ അതൊക്കെ ശിരസ ഏറ്റെടുത്ത് വിശ്വാസ തീക്ഷ്ണതയാൽ ജ്വലിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. 2-ാമത്തെ തലം കുടുംബതലം എന്ന് പറയുമ്പം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും, എൻ്റെ വിശ്വാസം എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ മാതാപിതാക്കളിൽ നിന്ന്, എൻ്റെ സഹോദരന്മാരിൽ നിന്നും എനിക്ക് കൈമാറി കിട്ടിയതാണ്. കുടുംബം വിശ്വാസം പ്രഘോഷിക്കാനുള്ള വേദി തന്നെയാണ്. നമ്മുടെ സന്ധ്യാപ്രാർത്ഥന, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ പാരായണം, എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ ഓർക്കണം. 3-ാമത്തെ വ്യക്തിതലം എന്ന് പറയുമ്പം വ്യക്തിപരമായി എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചറിയണം, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. എൻ്റെ പേഴ്സണൽ പ്രയർ, എൻ്റെ വിശുദ്ധ ഗ്രന്ഥ പാരായണം, ഞാൻ ഈ വചനം വായിച്ച് ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും ഒന്നിച്ച് ചിന്തിക്കാനുള്ള സമയമാണിത്. അടുത്തത് സമൂഹതലം എന്ന് പറയാം. സമൂഹതലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ സമൂഹത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ട്. യേശു ക്രിസ്തു എന്നിലൂടെ ജീവിക്കണം, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പ്രവൃത്തികളിൽ എല്ലാം. ഇത് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി എനിക്ക് നിൽക്കാൻ സാധിക്കണം. എൻ്റെ ഇടവകയിലെ വിവിധ സംഘടനകൾ ഇതിലൂടെയൊക്കെ പ്രവർത്തിച്ച് സമൂഹത്തിൽ ക്രിസ്തുവായി മാറാൻ എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ക്രിസ്ത്യാനിയായി ഈ ഭൂമുഖത്ത് ജനിച്ചതിൽ അഭിമാനിക്കാം. സഭയോടും കുടുംബത്തോടും ചേർന്ന് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ സമൂഹത്തിൽ ഒരു ക്രിസ്തുവായി മാറാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ പാഠം, ഇതിൻ്റെ 2-ാമത്തെ പാട്ട് പഠിക്കുമ്പോൾ മനഃപ്പാഠമാക്കാനുള്ളൊരു വചനം അപ്പസ്തോല പ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തണം, എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ, അങ്ങ് ലോകത്തിൽ വന്ന് പിതാവായ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെ ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.